കാസർഗോഡ് ജില്ലയിൽ പാർട്ടി ശക്തി കേന്ദ്രങ്ങളിലെ വോട്ടുകൾ ബിജെപിയിലേക്ക് പോയെന്ന് CPM ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം. സംസ്ഥാന സർക്കാരിനും EP ജയരാജനുമെതിരെയും ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനമുണ്ടായി. ഉണ്ണിത്തറനെതിരെയുള്ള പ്രചരണ വീഡിയോ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ എതിർപ്പുണ്ടാക്കി. അമിത ന്യൂനപക്ഷ പ്രീണനവും CAA വിരുദ്ധ സമരവും വർഗീയ പാർട്ടിയായി ചിത്രീകരിക്കാൻ ഇടയാക്കിയെന്ന വിമർശനവും ഉണ്ടായി. അതിരൂക്ഷമായ വിമർശനമാണ്, അത് നിശിതമായ വിമർശനമാണ് ഉണ്ടാകുന്നത്. കാരണം ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി CPMന്റെ ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ ഒപ്പാടെ ഇത്തരം വിമർശനങ്ങൾ സംഭവിക്കുന്നത് പ്രധാനമാണ്. മുഖ്യമന്ത്രിക്കും സർക്കാരിനും എതിരെ EP ജയരാജനും വിമർശനത്തിന് അതീതനല്ല സംഭവിക്കുന്നു. പക്ഷെ അപ്പോഴും മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം എടുത്ത നിലപാട് ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ളതാണ്. മറ്റു പല കാരണങ്ങളും ചൂണ്ടിക്കാട്ടി ലീഗിനെയും SNDPയെയും മറ്റും മുഖ്യമന്ത്രി ഡയറക്റ്റായി ആക്രമിക്കാൻ ശ്രമിച്ചത് നമ്മൾ കണ്ടു. അതായത് CPMന്റെ സംസ്ഥാന സമിതിയിലടക്കമുണ്ടായ വിമർശനങ്ങൾക്കുള്ള മറുപടിയായി കൂടിയാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്നും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ജില്ലാ കമ്മിറ്റികളിൽ അതല്ല നില എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ KV ബൈജു ചേരുകയാണ്. ബൈജു, എന്തൊക്കെയാണ് അംഗങ്ങൾക്ക് പറയാനുണ്ടായിരുന്നത്? പ്രത്യേകിച്ചും EP ജയരാജനെ പോലെ ഒരു പ്രധാനപ്പെട്ട അംഗത്തിന്റെ സാന്നിധ്യത്തിൽ, പ്രധാനപ്പെട്ട നേതാവിന്റെ സാന്നിധ്യത്തിൽ ആഞ്ഞടിക്കുകയായിരുന്നോ അംഗങ്ങൾ? രഞ്ജിത്തെ, തീർച്ചയായും രൂക്ഷമായ വിമർശനമാണ് ഇത്തരത്തിൽ അംഗങ്ങൾ ഉന്നയിച്ചത്. പ്രധാനമായും സംസ്ഥാന സർക്കാരിനെതിരെയാണ്. EP ജയരാജനെതിരെയും അതിരൂക്ഷമായ വിമർശനമുണ്ടായി. EP ജയരാജനെ പ്രധാനമായും വോട്ടെടുപ്പിന് തൊട്ട് മുൻപത്തെ ദിവസം EP ജയരാജൻ നടത്തിയ പ്രസ്താവന തിരിച്ചടിയായി എന്നാണ് അംഗങ്ങൾ വിമർശിച്ചത്. ഒപ്പം ഭരണവിരുദ്ധ വികാരം കാണാതെ പോയി. ഇതാണ് പ്രധാനമായും ഇത്രയും വലിയൊരു തോൽവിക്ക് കാരണമെന്ന് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. എന്തായാലും കാസർഗോഡ് ജില്ലയിൽ അവലോകന യോഗമായിരുന്നു. ഇന്നും ഈ യോഗമുണ്ട്. ഇതിൽ പ്രധാനമായും ഇവർ ചൂണ്ടിക്കാട്ടിയത് ഈ ക്ഷേമ പെൻഷന്റെ കാര്യമായിരുന്നു. ക്ഷേമ പെൻഷൻ മുടങ്ങിയത് ഏറ്റവും വലിയ തിരിച്ചടിയായെന്ന ഒരു വിമർശനമുണ്ടായി. ഇത്തരത്തിൽ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സർക്കാരിന് കഴിയാതെ പോയി. ഇത് വലിയ തിരിച്ചടിയായെന്ന ഒരു വിമർശനവും ഉണ്ടായി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മാധ്യമ പ്രവർത്തകരോടുള്ള പെരുമാറ്റമാണ്. ഈ പല നേതാക്കളും, അതായത് സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുന്നത് വളരെ ക്ഷോഭിച്ചാണ്. ഇത് ജനങ്ങൾക്ക്, അതായത് പൊതുജനങ്ങൾക്കിടയിൽ വലിയ അവമതിപ്പുണ്ടാക്കിയെന്ന ഒരു വിമർശനവും ഉണ്ടായി. ഇത്തരത്തിൽ ഉള്ള ഈ പെരുമാറ്റം ഇനി മാറ്റേണ്ട സമയം അതിക്രമിച്ചു എന്നും ഇവർ പറയുകയുണ്ടായി. മാത്രമല്ല, ജില്ലയിലെ പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ, അതായത് ഈ കയ്യൂർ, കുറ്റിക്കോൽ പോലുള്ള സ്ഥലങ്ങളിൽ BJPക്ക് വോട്ട് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട്. അത് വളരെ ഗൗരവമായി തന്നെ കാണണമെന്നും അംഗങ്ങൾ പറയുകയുണ്ടായി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കാസർഗോഡ് ജില്ലയിൽ നമുക്കറിയാം ഉണ്ണിത്താനെതിരെ ഒരു പ്രചരണ വീഡിയോ പുറത്തിറക്കിയിരുന്നു. ഇതിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് വിമർശിച്ച തരത്തിലായിരുന്നു ഈ വീഡിയോ. അത് മുസ്ലിം വോട്ടുകൾ കുറയാൻ, അതായത് അവർക്ക് ഇടയിൽ ഒരു അതൃപ്തി ഉണ്ടാക്കാൻ കാരണമായി എന്നൊരു വിലയിരുത്തലും ഒപ്പം ഉണ്ടായി. എന്തായാലും അമിത മുസ്ലിം പ്രീണന നയമാണ് ഇത്തവണ തിരിച്ചടിയായെന്ന ഒരു വിലയിരുത്തലുണ്ടായി. പ്രത്യേകിച്ച് CAA സമരം നമുക്കറിയാം. കാസർഗോഡ്, മലബാർ മേഖലകളിൽ, പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിൽ രാത്രികാല സമരം നിരന്തരം ഉണ്ടായിരുന്നു. ഇത്തരം സമരങ്ങൾ നിഷ്പക്ഷ വോട്ടുകൾ മാറിപ്പോകാനുള്ള ഒരു കാരണവുമായി. എന്തായാലും ഈ ജില്ലാ കമ്മിറ്റി ഇന്നും തുടരും. ഇന്നും ശക്തമായ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ EP ജയരാജന്റെ സാന്നിധ്യത്തിൽ തന്നെയായിരുന്നു EPA ഉൾപ്പെടെയുള്ള വിമർശനം ഉണ്ടായത്. KK ശൈലജയും ഈ യോഗത്തിൽ ഉണ്ടായിരുന്നു. ഏതായാലും ശനിയാഴ്ചയാണ് സെക്രട്ടേറിയറ്റ് ചേർന്നത്. സെക്രട്ടേറിയറ്റിലും രൂക്ഷമായ വിമർശനം തന്നെയായിരുന്നു സംസ്ഥാന സർക്കാരിനെതിരെ ഉണ്ടായത്. പ്രത്യേകിച്ച് പിണറായി വിജയന്റെ ശൈലി മാറ്റമൊക്കെ ഇവർ ആവശ്യപ്പെടുന്നു. ഇത്തരത്തിലുള്ള സമീപനവുമായി തുടർന്നു പോയാൽ ബംഗാളും ത്രിപുരയും ആവർത്തിക്കാൻ ഇനി അധികകാലം വേണ്ടിവരില്ല. എന്തായാലും ഈ ശൈലി മാറ്റം നിർബന്ധമാണ്. പ്രത്യേകിച്ച് ഈ നേതാക്കളുടെ പെരുമാറ്റ രീതിയൊക്കെ മാറ്റണം. ഭരണവിരുദ്ധ വികാരം ഉള്ളത് അത് തിരിച്ചറിയണം. അത് കാണാതെ പോയത് വലിയ തിരിച്ചടിയായി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ക്ഷേമ പെൻഷൻ ഒക്കെ മുടങ്ങിയതും, അതുപോലെ തന്നെ വീടിന് ലൈസൻസ് തുക വർദ്ധിപ്പിച്ചതും വലിയ തിരിച്ചടിയായിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം എൻഡോസൾഫാൻ പ്രശ്നം കൈകാര്യം ചെയ്യാൻ സർക്കാർ യാതൊരു ശ്രമവും നടത്തിയില്ല. ഈ വോട്ടെടുപ്പ് ദിവസമൊക്കെ വലിയ തോതിലുള്ള പ്രക്ഷോഭമായിരുന്നു കാസർഗോഡ് ജില്ലയിൽ. അനിശ്ചിതകാല സമരമായിരുന്നു എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇത് ഒത്തുതീർപ്പാക്കാനുള്ള ഒരു ശ്രമവും ഉണ്ടായില്ല.
മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടില്ല, അത്തരത്തിലുള്ള പരിഹരിക്കപ്പെടുന്നതിലേക്കുള്ള കാര്യങ്ങളിലേക്ക് എത്തിയില്ല എന്നും ഒരു വിമർശനമുണ്ടായി. മറ്റ് ജില്ലകളിൽ ഉണ്ടായ ഒരു വിമർശനം തന്നെയാണ് ഈ സൈബർ സംഘത്തിനെതിരെ ഉണ്ടായത്. സൈബർ ഇടത്തിലുണ്ടായ പല വിമർശനങ്ങളും പാർട്ടിക്ക് തിരിച്ചടിച്ചു എന്ന ഒരു അഭിപ്രായം വന്നു. PR ഏജൻസിക്കായിരുന്നു ഈ കാസർഗോഡ് ജില്ലയിൽ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഏൽപ്പിച്ചത്. ഇതും ഫലപ്രദമായി നടന്നിട്ടില്ല എന്ന അംഗങ്ങൾ വിമർശിക്കുകയുണ്ടായി. വലിയ തുക നൽകിയാണ് ഇത്തരത്തിലുള്ള PR ഏജൻസിക്ക് പരസ്യ പ്രചരണത്തിന് നൽകിയത്. പക്ഷേ ഈ വോട്ടെടുപ്പിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് പ്രചരണ ബോർഡുകളൊക്കെ ജില്ലയിലെത്തിയെന്ന ഒരു വിമർശനമുണ്ടായി. എന്തായാലും ഈ ഭരണവിരുദ്ധ വികാരം ഇനിയും കാണാതെ പോയാൽ പാർട്ടി ബംഗാളിനും ത്രിപുരക്കും സമാനമാകും എന്ന ഒരു മുന്നറിയിപ്പും ഈ അംഗങ്ങൾ നൽകുന്നുണ്ട്. എന്തായാലും ഇന്നും വലിയ വിമർശനം ഉണ്ടാവും, പ്രത്യേകിച്ച് TP കേസിലെ പ്രതികളെ നമുക്കറിയാം. ബൈജു, കാസർഗോഡ് ഉണ്ണിത്താന്റെ വിജയം നേരത്തെ പറഞ്ഞതുപോലെ വലിയ അപ്രതീക്ഷിതമായ ഒരു ഭൂരിപക്ഷം, അതായത് കാസർഗോഡ് എന്ന് പറഞ്ഞ CPM-ന്റെ ശക്തി കേന്ദ്രത്തിൽ അവിടെ ജില്ലാ സെക്രട്ടറി മത്സരിച്ചിട്ട് പോലും വലിയ ഭൂരിപക്ഷം നേടാൻ ഉണ്ണിത്താന് കഴിഞ്ഞു. അതും പ്രാദേശികമായ കോൺഗ്രസിലെ എതിർപ്പുകൾ മറികടന്ന്. അപ്പോൾ സ്വാഭാവികമായും സംഭവിച്ചത് CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും വോട്ടുകൾ വല്ലാതെ മറിഞ്ഞു. ഈ ഉണ്ണിത്തിനെതിരെ ഒരു വീഡിയോയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, അത് ശ്രദ്ധേയമാണ്. കാരണം മുസ്ലിം കേന്ദ്രങ്ങളിലൊക്കെ അത് നെഗറ്റീവായി പാർട്ടിയെ ബാധിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലം എന്തായിരുന്നു? അത്തരം ചില പ്രചരണങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയെന്നും നമ്മൾ ഈ പല ജില്ലകളിലും യാത്ര ചെയ്യുമ്പോൾ CA അടക്കമുള്ള വിഷയങ്ങൾ ഒക്കെ വലിയ തോതിൽ CPM ഉയർത്തിക്കാട്ടി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ശ്രമിച്ചു, അത് പരാജയപ്പെട്ടു എന്നുമൊക്കെയാണല്ലോ പറഞ്ഞു വെക്കുന്നത്. ഈ അംഗങ്ങൾ പൂർണ്ണമായും ഈ പരാജയവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ഒന്നും പിന്തുണയ്ക്കുന്ന ഒരാൾ പോലും ഇല്ല എന്നാണോ? പൂർണ്ണമായും സർക്കാരിനും മുഖ്യമന്ത്രിക്കും പാർട്ടിക്കുമെതിരായി തിരിയുന്ന കാഴ്ചയാണോ ഇന്നലെ കണ്ടത്? തീർച്ചയായും ഭൂരിഭാഗം അംഗങ്ങളും സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനം തന്നെയാണ് ഉന്നയിച്ചത്. ഇതിൽ രഞ്ജിത്ത് സൂചിപ്പിച്ച ഉണ്ണിത്താനെതിരെയുള്ള വീഡിയോ അത് നമ്മളടക്കം റിപ്പോർട്ട് ചെയ്തതാണ്. ഈ വീഡിയോയിൽ മാലിക് ദിനാർ എന്ന മുസ്ലിം വിഭാഗത്തിന്റെ വിശ്വാസമുള്ള ഒരു പള്ളിയിലേക്ക് ഉണ്ണിത്താൻ പോകുന്ന ഒരു രംഗമാണ് ചിത്രീകരിച്ചത്. ഇതിൽ കുറി മായ്ക്കുന്നതും അതുപോലെ തന്നെ മുണ്ട് മാറ്റിയെടുത്തതുമൊക്കെയുള്ള ദൃശ്യങ്ങളാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ ദൃശ്യം വലിയ തോതിൽ വിവാദമായിരുന്നു. ഇത് ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ പേജിൽ ഇത് ഷെയർ ചെയ്ത സാഹചര്യം ഉണ്ടായി. പക്ഷേ വലിയ തോതിലുള്ള വിമർശനം ഉയർന്നു വന്നതോടുകൂടി ഇത് പോസ്റ്റ് ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ നീക്കം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. MLA ഉൾപ്പെടെയുള്ളവർ ഈ പോസ്റ്റ് ഷെയർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ദൃശ്യം വലിയ തിരിച്ചടിയായ പ്രത്യേകിച്ച് മുസ്ലിം കേന്ദ്രങ്ങളിൽ വോട്ട് കുറയാൻ ഇടയാക്കി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ന്യൂനപക്ഷ പ്രീണന നയം അത് വലിയ തോതിൽ നടന്ന ഒരു ജില്ലയാണ് കാസർഗോഡ്. മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് കൂടുതൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളുള്ള ഒരു ജില്ലയായതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള സമരം, നിരന്തരം രാത്രികാല ഇത്തരത്തിലുള്ള നൈറ്റ് മാർച്ച്, ഈ സ്ഥാനാർത്ഥി തന്നെ പങ്കെടുത്തുകൊണ്ടുള്ള നിരന്തരമായുള്ള നൈറ്റ് മാർച്ച്, അതും നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇതൊക്കെ വലിയ തോതിൽ ഈ പാർട്ടിയോട് അടുക്കുന്ന അല്ലെങ്കിൽ നിഷ്പക്ഷമായ വോട്ടുകൾ, പാർട്ടിക്ക് വരേണ്ട വോട്ടുകൾ ഇല്ലാതെ പോയി. അതാണ് ഉണ്ണിത്താന്റെ ഭൂരിപക്ഷം വലിയ തോതിൽ വർദ്ധിക്കാനിടയായത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഈ BJP വോട്ടുകളിൽ ഉണ്ടായ വർധനവ്. അതും ഏറ്റവും പ്രധാനം CPM ശക്തി കേന്ദ്രങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കയ്യൂർ, അതായത് സ്ഥാനാർത്ഥിയുടെ മണ്ഡലത്തിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ കൂടിയ, മാത്രമല്ല കോൺഗ്രസിന്റെ വോട്ടും ഉണ്ണിത്താന്റെ വോട്ടും സ്ഥാനാർത്ഥിയുടെ മണ്ഡലത്തിൽ കൂടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതെല്ലാം പാർട്ടി ശക്തി കേന്ദ്രങ്ങളാണ്. ഏതെങ്കിലും തരത്തിൽ വോട്ട് ചോർച്ച ഒരു കാരണവശാലും ഉണ്ടാകാത്ത ഒരു സ്ഥലങ്ങളാണ്. ഇത്തരത്തിൽ ഉള്ള സ്ഥലങ്ങളിൽ ഉണ്ടായ വോട്ട് ചോർച്ച ഗൗരവമായി അന്വേഷിക്കണമെന്നാണ് ഈ വിമർശനം ഉണ്ടായത്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്ഷേമ പെൻഷനുകൾ വൈകിയത് എന്തായാലും ഈ കാസർഗോഡ് പോലത്തെ ജില്ലകളിൽ വലിയ തോതിൽ ബാധിച്ചു. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ഇവരുടെ ഇത്തരത്തിലുള്ള പെൻഷൻ ഉൾപ്പെടെയുള്ളവ മുടങ്ങിയിട്ട് 13 മാസത്തിലേറെയായി. അതുപോലെ തന്നെ ക്ഷേത്ര ആചാരസ്ഥന്മാരുടെ പെൻഷൻ മുടങ്ങിയിട്ട് മാസങ്ങളായി. ഇത്തരത്തിൽ ക്ഷേമ പെൻഷനൊക്കെ മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും അത് പരിഹരിക്കാൻ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ തിരിച്ചടിക്ക് കാരണമായത്. അതാണ് ഈ ഉണ്ണിത്താന്റെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ 40,000 ഉണ്ടായിരുന്നത് ഇത്തവണ 1,00,000 മുകളിലേക്ക് ഭൂരിപക്ഷം വർദ്ധിക്കാനിടയായി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ BJPക്കും വോട്ട് ഉയർത്താനായി. ഇതെല്ലാം CPM-ന് വരേണ്ട വോട്ടുകളാണ് ഇത്തരത്തിൽ ചോർച്ചയുണ്ടായത്. ഏതായാലും ബംഗാൾ ത്രിപുര പോലുള്ള ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ ഇപ്പോഴെങ്കിലും ഇതിനുള്ള പരിഹാരം ഉണ്ടാകണം. പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരോടുള്ള പെരുമാറ്റമൊക്കെ മാറ്റാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ ശോഭിച്ച് സംസാരിക്കുന്നത് പൊതുജനങ്ങൾക്കിടയിൽ എന്ത്
ചിത്രമാണ് നൽകുന്നത്, എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്ന വിമർശനവും ഉണ്ടായി. അത്തരത്തിൽ അതിരൂക്ഷമായ വിമർശനമാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ നിന്നുള്ള ഈ പ്രതിനിധികളാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള വിമർശനം ഉന്നയിച്ച്. പരത്തടിയിൽ നിന്നുള്ള സഖാവ് ഇത്തരത്തിൽ വലിയ വിമർശനം ഉന്നയിച്ചു. ഇതുപോലെ തന്നെ ഇന്നും ഇത്തരത്തിൽ വലിയ വിമർശനം ഉണ്ടാകും. ഇ.പി. ജയരാജന്റെ സാന്നിധ്യത്തിൽ തന്നെയായിരുന്നു ജാവേദക്കർ ഇ.പി. ജയരാജൻ കൂടിക്കാഴ്ചയെ സംബന്ധിച്ചുള്ള ചർച്ച ഉയർന്നു വന്നത്. ഈ കൂടിക്കാഴ്ച സംഭവം വോട്ടെടുപ്പിന് തൊട്ട് മുൻപേ നടന്ന ഇത്തരത്തിലുള്ള ചർച്ചകളും ഇതിന് പിന്നാലെ ഈ ഇ.പി. ജയരാജന്റെ പ്രസ്താവനകൾ, അതായത് രാജീവ് ചന്ദ്രശേഖരനെ പുകഴ്ത്തിക്കൊണ്ടുള്ള പ്രസ്താവനകൾ, ഇതൊക്കെ വോട്ടർമാർക്കിടയിൽ വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കി എന്നാണ് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. എന്തായാലും ഇന്നും വലിയ വിമർശനം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. അതാണല്ലോ ബൈജു, കാസർകോട്ടെ